ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹാർവാർഡ് സർവകലാശാലയിലെ വിദേശ ഫണ്ടിംഗ് തടഞ്ഞു. ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇന്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിസ നൽകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ പരിശോധന നടത്താൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയിടുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. സോഷ്യൽ മീഡിയ ഉപയോഗം വിലയിരുത്തിയ ശേഷം വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കുമുള്ള വിസകളിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺസുലേറ്റുകൾ വിസ നിയമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണിത്. ഇത് വിദ്യാർത്ഥികളുടെ വിസ നടത്തിപ്പുകളെ വൈകിപ്പിക്കാനും അമേരിക്കൻ സർവകലാശാലകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്താണ് ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്ന് നോക്കാം. സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്നാൽ അപേക്ഷകരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന രീതിയാണ്. ഇതുവഴി അപേക്ഷകർക്ക് അമേരിക്കയിൽ പഠിക്കാൻ അർഹതയുണ്ടോ എന്ന് കണ്ടെത്താനാകും. ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പരിശോധിക്കും. വിസ അപേക്ഷകരുടെ ഫേസ്ബുക്ക്, എക്സ്, ലിങ്ക്ഡ്ഇൻ, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടക്കും. കഴിഞ്ഞ വർഷം അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ വ്യാപകമായിരുന്നു. ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് ഭരണകൂടം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം നടക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ രേഖകൾ ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനം. നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് തിരിച്ചുവരുന്ന വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചിരുന്നു. എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടത്താൻ പോകുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തീവ്രവാദികളെയും ജൂതവിരുദ്ധരെയും ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. എക്സ് അക്കൗണ്ടിൽ പലസ്തീൻ പതാകയുടെ ചിത്രം പോസ്റ്റ് ചെയ്താൽ ഒരു വിദ്യാർത്ഥി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരുമോ എന്ന് വ്യക്തമല്ല എന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ വിദ്യാർത്ഥികൾക്കെതിരെയും പ്രൊഫസർമാർക്കെതിരെയും മുമ്പും നടപടികളുണ്ടായിട്ടുണ്ട്. മാർച്ചിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റാഷ അലാവിയെ ഇറാനിലേക്ക് തിരിച്ചയച്ചു. അവരുടെ ഫോണിൽ ഇറാൻ പരമോന്നത നേതാവിൻ്റെ ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഫെബ്രുവരിയിൽ അവർ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും ഇതിന് കാരണമായിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് തീയതിയെടുത്ത വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല. അവർക്ക് പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ പുതിയ അപ്പോയിൻമെൻറ്റുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ റൂബിയോ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും വിനോദസഞ്ചാരികളുടെയും വിസ അപേക്ഷകരെ സ്ക്രീൻ ചെയ്യുന്നതിനുള്ള നിലവിലെ രീതികൾ വകുപ്പ് അവലോകനം ചെയ്യുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ വെറ്റിംഗ് വ്യാപിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് US സോഷ്യൽ മീഡിയ വിവരങ്ങൾ ചോദിക്കുന്നത്? 2019 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിസ അപേക്ഷാ ഫോമുകളിൽ മാറ്റങ്ങൾ വരുത്തി. എല്ലാ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു. 2018 ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നിരുന്നു. രാജ്യസുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് അധികൃതർ അന്ന് അറിയിച്ചിരുന്നത്. വിസ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ രാജ്യ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന പരിഗണന. അമേരിക്കയിലേക്ക് വരുന്ന ഓരോ യാത്രക്കാരനും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും യാത്രകളെ പിന്തുണയ്ക്കുന്നുവെന്നും സ്ക്രീനിംഗ് മെച്ചപ്പെടുത്താൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നുവെന്നാണ് അധികൃതർ ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. വിസ അപേക്ഷകരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് വഴി അപേക്ഷകരെ നന്നായി പരിശോധിക്കാനും അവരുടെ വ്യക്തിത്വം ഉറപ്പാക്കാനും സാധിക്കുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്.